അപ്പോൾ ഇന്ന് പ്രത്യേകമായ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതൊരു ഒരു ഒരു വിഷ്വലിനെ കുറിച്ചാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യപ്പെട്ട, ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കാണാം, വൈറൽ വേവ്. പത്തനംതിട്ട വാഴമുറ്റത്ത് ഈ ഗ്യാസ് സിലിണ്ടർ ലീക്കായ ദൃശ്യങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം കണ്ടിട്ടുണ്ട്. നിരവധി പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി കാണാത്ത പ്രേക്ഷകർക്കായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യുമ്പോൾ ആയിരുന്നു അപകടമുണ്ടായത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. അപ്പോൾ എന്തായാലും ഗ്യാസ് ലീക്കായി എന്ന് മനസ്സിലായതോടെ ആ കുടുംബം സിലിണ്ടർ പുറത്തേക്ക് എറിയുകയായിരുന്നു. അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാമോ എന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അല്ലേ? അതെ, നമുക്കൊപ്പം ചേരുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗോപി. അപ്പം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ന്. നമസ്കാരം. 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 അപ്പോൾ ഇത് ഇന്ന് ഒരുപാട് പ്രതീക്ഷിച്ച വീഡിയോ ആണ്. സാർ അത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തത് ഇതുപോലെ പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പുറത്തേക്ക് എറിയുക, എന്നിട്ട് അത് തുറന്നു വിടുക, അത് അങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്താണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഇപ്പോ ഈ ഒരു വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ സാധാരണ വീട്ടിലേക്ക് ഒരു സിലിണ്ടർ വാങ്ങിയാൽ പലപ്പോഴും നമ്മൾ ചെയ്യുക, ഈ സിലിണ്ടർ എടുത്ത് അകത്ത് വെച്ചതിന് ശേഷമാണ് അതിന്റെ ഒരു സേഫ്റ്റി ക്യാപ്പ്, സാധാരണ നമ്മൾ ഒരു സിലിണ്ടറിന്റെ പുറത്തുള്ള ഈ ഒരു സേഫ്റ്റി ക്യാപ്പ് അഴിക്കുന്നത് നമ്മൾ അടുക്കളയിൽ കൊണ്ടുവച്ചതിന് ശേഷമാണ്. ശരിക്കും നമ്മളൊരു വീട്ടിലേക്ക് ഒരു സിലിണ്ടർ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തരത്തിലുള്ള സേഫ്റ്റി ക്യാപ്പ് നമ്മൾ വീട്ടിലേക്ക് അഥവാ അടുക്കളയിലേക്ക് കയറ്റുന്നതിന് മുമ്പേ തുറക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിപ്പോ ഇതിലിപ്പോ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടറിനകത്തൊരു വാൾവ് ഉണ്ട്. ആ വാൾവിൽ ചിലപ്പോ ചെറിയ ഗ്യാപ്പോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പൊടിയോ കരടോ കുടുങ്ങിയതിനു ശേഷം അതിന് കാരണത്താലായിരിക്കും ചിലപ്പോൾ അതിനകത്തുള്ള ഗ്യാസ് പുറത്തേക്ക് വന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സേഫ്റ്റി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സിലിണ്ടറിന്റെ ആ ഒരു വായ്ക്കകത്ത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ ഒരു സേഫ്റ്റി ക്യാപ്പ് അഴിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. ഇപ്പോ നമ്മൾ അത് അഴിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതേ സേഫ്റ്റി ക്യാപ്പ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒന്ന് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കുറച്ച് വലിയ രീതിയിലുള്ള പ്രഷറിൽ തന്നെ ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സേഫ്റ്റി ക്യാപ്പ് ചിലപ്പോൾ ധരിക്കാൻ പറ്റില്ല. ഈ സമയത്ത് ഈ ഒരു ഫാമിലി ആ ഒരു സിലിണ്ടർ എടുത്ത് പുറത്ത് കൊണ്ടുവച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു അടുക്കളക്കകത്താണ് ഈ ഒരു സിലിണ്ടർ ലീക്കായിട്ട് ഇത്രയും ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു ഇഗ്നിഷൻ, ചെറിയൊരു ഫയർ എവിടെന്നെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ അടുക്കളയും ആ ഒരു വീടും തന്നെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇതൊരു തുറസായ സ്ഥലത്ത്, ഇപ്പൊ വീട്ടിന്റെ പുറത്ത് തുറസായ സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി, അഥവാ നമ്മളതിനെ ബ്ലവി എന്നൊക്കെ പറയും. അതായത് സിലിണ്ടറിനകത്ത് ദ്രാവക രൂപത്തിലാണ് ഗ്യാസ് ഉള്ളത്. അപ്പൊ സിലിണ്ടറിനകത്തുള്ള ദ്രാവക രൂപത്തിലുള്ള ഗ്യാസ് പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ സിലിണ്ടറിനകത്തുള്ള ദ്രാവക രൂപത്തിലുള്ള ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ 1:250 എന്ന റേഷ്യോയിലാണ് ഗ്യാസായി മാറുന്നത്. നേരെ മറിച്ച് ഇതേ സംഭവം അടുക്കളക്കകത്താണ് സംഭവിച്ചതെങ്കിൽ ഈ ഒരു 1 ലിറ്റർ ഗ്യാസ് ദ്രാവക രൂപത്തിലുള്ള ആ ഒരു സിലിണ്ടറിനകത്തുള്ള ഗ്യാസ് അടുക്കളകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 250 ലിറ്ററോളം ഗ്യാസ് ആണ് അടുക്കള അകത്തുണ്ടാകുന്നത്. ആ സമയത്ത് ഒരു ഇഗ്നീഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 5 ലിറ്റർ അതിനകത്തുനിന്ന് പുറത്തു വന്നു, അല്ലെങ്കിൽ ഒരു 10 ലിറ്റർ വന്നു കഴിഞ്ഞാൽ 2500 ലിറ്റർ ഗ്യാസ് ആണ് ആ അടുക്കളകത്ത് നിറയുക. അവിടെ ഒരു ഇഗ്നീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു വീട് പൊട്ടിത്തെറിക്കും. നേരെ മറിച്ച് ആ ഒരു സിലിണ്ടർ ലീക്കായ സമയത്ത് തന്നെ അവർ അതെടുത്ത് പുറത്ത് കൊണ്ടുവച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതില് മറ്റൊരു കാര്യം, ഇതിൽ വന്നൊരു കമന്റ് ഇതാണ്, ഇങ്ങനെ ചരിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് നേരെ കുത്തനെ വെക്കുന്നതായിരുന്നു, അങ്ങനെയാണെങ്കിൽ അത് ഗ്യാസ് മുകളിലേക്കല്ലേ പോവുക എന്ന് ചില ആൾക്കാർ പറയുന്നു. അതിൽ എന്താണ് ശരി? യഥാർത്ഥത്തിൽ കുത്തനെ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നേരെ കുറച്ച് ഇപ്പൊ ചെരിച്ച് വെച്ചതുകൊണ്ട് ഇപ്പൊ ഇത് കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ആ ഒരു സിലിണ്ടർ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ഭയക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ സിലിണ്ടറിന്റെ പുറത്ത് ഒരു ഐസ് പരല് പോലെ വരും. കാരണം നമ്മുടെ LPG എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷ വായുവിനേക്കാളും ഒരു ഭാരം കൂടിയ വസ്തുവാണ്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെ താഴോട്ടാണ് ഇത് പരക്കുക. ആ സമയത്ത് എന്ത് ഈ സിലിണ്ടറിന് പുറത്തൊരു ഐസ് പാരൽ രൂപത്തിലുണ്ടായെങ്കിലും ഏറ്റവും നല്ലത് ഇങ്ങനെ കിടത്തി വെക്കുന്നതിനേക്കാൾ നല്ലത് കുത്ത വെക്കുന്നതായിരിക്കും നല്ലത്. അതൊരു കുത്തനെ വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. നേരെ ഇപ്പൊ ആൾക്കാർ ഇത് ഈ ഒരു സമയത്ത് പേടിച്ചിട്ടായിരിക്കും സിലിണ്ടർ എടുത്ത് പുറത്ത് കൊണ്ടുവച്ചത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വീട്ടിനകത്തുനിന്ന് LPG ലീക്ക് ആയാൽ ആദ്യം ചെയ്യേണ്ടത് ആ ലീക്കായ സിലിണ്ടർ എത്രയും പെട്ടെന്ന് വീട്ടിനകത്തുനിന്ന് എടുത്തിട്ട് പുറത്ത് തുറസായ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക വേണ്ടത്. പലരും പറയും ലീക്കായ സിലിണ്ടർ എടുത്തിട്ട് പുറത്തു വെക്കണം എന്ന് പറയും. എന്നാൽ ചിലപ്പോൾ ഇപ്പൊ പലരുടെയും വീട്ടിൽ 2-3 സിലിണ്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലീക്കായ സിലിണ്ടർ മാത്രം എടുത്ത് വെച്ചാൽ പോരാ, ലീക്കായിട്ട് അകത്ത് അഥവാ നമ്മുടെ അടുക്കളക്കകത്ത് ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ മറ്റു സിലിണ്ടറുകൾ കൂടി ഉണ്ടാവും. ആ സിലിണ്ടറുകൾ കൂടി, അതായത് നമ്മുടെ സ്പെയർ സിലിണ്ടറുകൾ കൂടി നമ്മൾ എടുത്ത് പുറത്ത് കൊണ്ട് സേഫ് ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. പുറത്തിപ്പോ ഇത് നമ്മൾ കൊണ്ട് ലീക്കാക്കി കഴിഞ്ഞാൽ ഇനി തീ പിടിച്ചു കഴിഞ്ഞാലും അത് ഒരു പൊട്ടിത്തെറിക്കും, അഥവാ ഒരു വലിയൊരു എക്സ്പ്ലോഷന് സാധ്യതയില്ല. തീ പിടിച്ചു കഴിഞ്ഞാലും ആ സിലിണ്ടറിന്റെ അകത്ത് തന്നെ, ആ ഒരു സിലിണ്ടറിന്റെ മുകളിൽ തന്നെ ഒരു നമ്മൾ ഈ വിഷുവിനൊക്കെ പൂക്കുറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കത്തിക്കുമ്പോൾ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കും. നേരെ കുറച്ച് അകത്താണ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ആ ഒരു പുറത്തുള്ള തീ കത്തുന്നതിന്റെ കൂടെ നമുക്ക് ഈ സിലിണ്ടറിന്റെ അകത്തുള്ള ദ്രാവക രൂപത്തിലുള്ള ഗ്യാസിനെ ചൂടേറ്റ് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ആ പൊട്ടിത്തെറിയുടെ കൂടെയുണ്ട്. അപ്പൊ പൊട്ടിത്തെറിക്കുമ്പോൾ കൂടെ നമ്മുടെ വീടും കൂടെ മുകളിലേക്ക് പോകുന്നതായിരിക്കും. അതിൽ നല്ലത്, ഏറ്റവും നല്ലത്, ഇറ്റ് ഇസ് ബെറ്റർ ടു നമ്മൾ ഇത് എടുത്ത് പുറത്ത് തുറസായ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് വെക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ വിളിക്കുക, അതുപോലെ ഗ്യാസ് ഏജൻസിയും വിളിക്കുക. നമ്മൾ പേടിയില്ലാതെ വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് നമ്മൾ LPG ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. ഇതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു LPGയുടെ എക്സ്പാൻഷൻ റേഷ്യോ, അതായത് നമ്മുടെ സിലിണ്ടറിനകത്ത് ദ്രാവക രൂപത്തിലാണ് LPG ഉള്ളത്. അത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. നമുക്ക് ദ്രാവക രൂപം, നമ്മളൊരു സിഗരറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന രീതിയിലാണ്, ഒരു ദ്രാവക രൂപത്തിലാണ് സിലിണ്ടറിനകത്തുള്ളത്. നേരെ മറിച്ച് അത് പുറത്തേക്ക് വരുന്ന സമയത്ത് വാതക രൂപത്തിലാണ് വരുന്നത്. അപ്പോ ഈ 1 ലിറ്റർ ദ്രാവക രൂപത്തിലുള്ള ഗ്യാസ് പുറത്തു വരുമ്പോൾ ഏകദേശം 250 മുതൽ 270 ലിറ്റർ വരെ ഗ്യാസ് ഫോമിലേക്ക്, അഥവാ വാതക ഫോമിലേക്കാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ സിലിണ്ടറിന് ഇത്രയും വാതക രൂപത്തിൽ നമ്മൾ പുറത്തേക്ക് കണ്ടത്. മനസ്സിലായി. എന്തായാലും ഇത്രയും ഇങ്ങനെ ഒരു ലീക്ക് അത് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രമാത്രം പുക പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരുടെ പേടിയും ആശങ്കയൊക്കെ കൂടിയത്. എന്തായാലും സാറ് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്കുണ്ടായ സംശയങ്ങളെല്ലാം മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഗോപി സാർ പറഞ്ഞിട്ടുണ്ട്. സാർ വളരെ നന്ദി ഈ ഘട്ടത്തിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതിന്. താങ്ക് യു. താങ്ക് യു സർ.